നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് വൈകുന്നേരത്തെ ചായക്കൊപ്പമോ അല്ലാതെയോ ഒക്കെ കറുമുറെ കുറിച്ച് തിന്നാൻ എല്ലാവരും, കുട്ടികളും മുതിർന്നവരും അടക്കം ഇഷ്ടപ്പെടുന്ന ഒരു കിടിലൻ സ്നാക്സ് ആണ് ഡയമണ്ട് കട്ട്സ്. കേട്ടിട്ടില്ലേ? ഈ ഡയമണ്ട് കട്ട്സ് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം? നമുക്കായി കാണിച്ചു തരുന്നു മീന ഭണ്ഡാരി. ഡയമണ്ട് കട്ട്സ് തയ്യാറാക്കാൻ വേണ്ട ചേരുവകൾ 250 ഗ്രാം മൈദ, 1/2 കപ്പ് പഞ്ചസാര, 2-3 ടീസ്പൂൺ നെയ്യ്, 1/4 ഗ്ലാസ് വെള്ളം. ഡയമണ്ട് കട്ട്സ് തയ്യാറാക്കാൻ ആദ്യം ഒരു ബൗളിലേക്ക് വെള്ളം എടുത്ത ശേഷം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. വെള്ളത്തിൽ പഞ്ചസാര നന്നായി അലിഞ്ഞു വരണം. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത ശേഷം വീണ്ടും നന്നായി ഇങ്ങനെ ഇളക്കിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മൈദ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി ഇളക്കിയെടുത്ത് ഡയമണ്ട് കട്ട്സ് തയ്യാറാക്കാനുള്ള മാവ് ഈ വിധത്തിൽ തയ്യാറാക്കി എടുക്കണം. ഈ മാവ് ഒരു പാത്രത്തിൽ നന്നായി അടച്ച് 1-2 മണിക്കൂർ നമുക്ക് മാറ്റിവെക്കാം. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തുറന്നു നോക്കുമ്പോഴേക്കും നമ്മുടെ ഡയമണ്ട് കട്ട്സ് തയ്യാറാക്കാനുള്ള മാവ് നല്ല മൃദുവായി വന്നിട്ടുണ്ടാകും. ഇതിനെ ഇങ്ങനെ ചെറിയ ഭാഗങ്ങളാക്കിയ ശേഷം ഒന്ന് പരത്തിയെടുക്കണം. അതിനു മുമ്പ് പരത്താനുള്ള റോളറിൽ ഒരല്പം എണ്ണ ഇങ്ങനെ പുരട്ടി കൊടുത്താൽ മാവ് ഇതിൽ ഒട്ടിപ്പിടിക്കുന്നത് ഒഴിവാക്കാം. ഇനി മാവ് ഇങ്ങനെ പരത്തിയെടുക്കുക. ശ്രദ്ധിക്കുക, പരത്തുമ്പോൾ ഈ പലകയാണ് നാം ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്നത്. മാവ് ഇതിൽ നിന്ന് വിടുവിക്കാൻ ശ്രമിക്കേണ്ടതില്ല. നന്നായി പരത്തിയെടുത്ത ശേഷം ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ച് ഇതിങ്ങനെ മുറിച്ചെടുക്കുക. മുറിച്ചെടുത്ത കഷ്ണങ്ങൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇനി ഒരു പാത്രം ചൂടാക്കി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഡയമണ്ട് കട്ട്സ് ഇട്ട് വറുത്തെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായി വരുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ഡയമണ്ട് കട്ട്സ് തയ്യാറായി കഴിഞ്ഞു. വൈകുന്നേരത്തെ ചായയോടൊപ്പം കറുമുറെ കുറിക്കാൻ കുട്ടികളൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്സ് ആണിത്. ഇത് നിങ്ങളും വീട്ടിൽ തീർച്ചയായും തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ. ഇതുപോലെ വ്യത്യസ്തങ്ങളായതും തയ്യാറാക്കാൻ വളരെ എളുപ്പമുള്ളതുമായ വിഭവങ്ങൾ നിങ്ങൾക്ക് മുമ്പിലെത്താൻ സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.